രാഷ്ട്രീയ വൃത്തങ്ങളിൽ വൻ ചർച്ചയായ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി ഇഡി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വ്യാപക റെയ്ഡുകൾക്ക് പിന്നാലെ മരവിപ്പിച്ച 242 ബാങ്ക് അക്കൗണ്ടുകളിലുള്ള 18.36 കോടി രൂപ കണ്ടുകെട്ടാനാണ് ഇഡി ഇപ്പോൾ ഒരുങ്ങുന്നത്. വീണ വിജയന്റെ HDFC ബാങ്ക് അക്കൗണ്ടും കണ്ടുകെട്ടാൻ പോകുന്നവയുടെ പട്ടികയിലുണ്ട്. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി വരും ദിവസങ്ങളിൽ ഇഡി അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിക്കും. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ബാങ്ക് രേഖകളുടെയും വിശദമായ ശാസ്ത്രീയ പരിശോധന കൊച്ചിയിലെ ഇഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ വരും ദിവസങ്ങളിൽ വീണയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുവാനും ചോദ്യം ചെയ്യലിനായി അവർക്ക് ഉടൻ സമൻസ് അയക്കുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ വീണയുടെ മൊബൈൽ ഫോൺ, വിവിധ നിക്ഷേപ രസീതുകൾ, CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട സുപ്രധാന സാമ്പത്തിക രേഖകൾ എന്നിവ ഇഡി പിടിച്ചെടുത്തിരുന്നു. ഈ തൊണ്ടിമുതലുകൾ അന്വേഷണ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനും അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റിയുടെ പ്രത്യേക അനുമതി തേടും. കേസുമായി ബന്ധപ്പെട്ട് CMRL അധികൃതർ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചുള്ള കൃത്യമായ തെളിവുകളോടെയുള്ള അന്വേഷണത്തിനാണ് ഇഡി തയ്യാറെടുക്കുന്നത്. ഇഡി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കേസിന്റെ തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.